അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പൊന്നുമക്കളെ, ജുബ്ബ നീളക്കുപ്പായത്തിനാണ് ജുബ്ബ എന്ന് പറയുക. ജുബ്ബ പാഠമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പ്രിയപ്പെട്ട മക്കൾ, ഈ പാഠത്തിലൂടെ പുതിയ ഒരു ചിഹ്നത്തെ പരിചയപ്പെടാൻ പോവുകയാണ്. ഉസ്താദ് അത് വിവരിക്കും. അതുമുമ്പ് നമ്മൾ ഇതുവരെ പഠിച്ചത് അലിഫ്, അതിനു മുകളിൽ ഫത്ഹ, ലൊമ്മ, താഴെ കസ്റ. ഫത്ഹയെ നീട്ടാൻ അലിഫ്, ലൊമ്മയെ നീട്ടാൻ വാവ്, കസ്റയെ നീട്ടാൻ യാ. ഈ നീട്ടുന്ന വ്യത്യസ്ത എഴുത്ത് രൂപങ്ങൾ നമ്മൾ പഠിച്ചു. അതുപോലെ ബ എന്ന അക്ഷരത്തിനിക്ക് നീട്ടിയിട്ടും നീട്ടാതെയും തെൻവീനാത്തുകൾ കൊടുത്തും ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കുന്നത് ഒരക്ഷരത്തെ കട്ടി കൂട്ടി എങ്ങനെയാണ് ഉച്ചരിക്കുക, അതിനെന്താണ് കൊടുക്കുക, ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഷദ്ദ എന്നാണ് കട്ടി കൂടെ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ചിഹ്നത്തിന് പറയാം. ഇതാണ് ചിത്രത്തിൽ കാണുന്നത്. വരക്കുന്ന രൂപം ഉസ്താദ് അവസാനം പറയും. അതിനു മുമ്പ് നമ്മൾ ഈ പാഠമൊന്ന് വായിക്കാം. ചുവന്ന കടൽ കൊടുത്തതാണ്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വായിക്കുന്നു. നിങ്ങൾ കേട്ടിരുന്നാൽ മാത്രം മതി. ഞാൻ വായിക്കാൻ പറയുമ്പോൾ മാത്രം വായിക്കുക. ജുബ്ബ, 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 ജുബ്ബ. കട്ടില്ലെങ്കിലോ ജുബ. കട്ടി വരുമ്പോഴോ ജുബ്ബ. ഒരല്പം നമ്മളെ ചുണ്ട് പൂടുന്നതിൽ ഒരു പ്രസ്സിങ് കൂടും. ബ എന്ന് പറയുമ്പോൾ പ്രസ്സിങ് അല്പം കുറവാണ്. ബ എന്ന് പറയുമ്പോൾ പ്രസ്സിങ് അല്പം കട്ടി കൂടണം. അപ്പോഴാണ് ശ്രദ്ധ വരിക. ജുബ്ബ, ജുബ്ബ. റബ്ബൻ, 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 റബ്ബൻ. റബ്ബുൻ, 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 റബ്ബുൻ. റബ്ബിൻ, 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 റബ്ബിൻ. ലുബ്ബൻ, 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 ലുബ്ബൻ. ലുബ്ബുൻ, 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 ലുബ്ബുൻ. ലുബ്ബിൻ, 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 ലുബ്ബിൻ. അബൻ, അബ്ബൻ. ഇവിടെ ശ്രദ്ധയില്ലാതെ ഇവിടെ ശ്രദ്ധയുണ്ടായിട്ട് അബൻ, അബ്ബൻ, അബ്ബൻ. ജുബ്ബ, റബ്ബൻ, റബ്ബുൻ, റബ്ബിൻ. ലുബ്ബൻ, ലുബ്ബുൻ, ലുബ്ബിൻ. അബൻ, അബ്ബൻ. കണ്ടോ? ഈ അബൻ, അബ്ബൻ എന്ന് പറയുമ്പോഴാണ് നമ്മൾ ശ്രദ്ധയില്ലാത്തതും ശ്രദ്ധയുള്ളതിൻ്റെയും ശ്രദ്ധയില്ലാത്തതിൻ്റെയും വ്യത്യസ്തത നമുക്ക് മനസ്സിലാകുന്നത്. അതിനാണ് ഈ രണ്ട് ഉദാഹരണം കൊടുത്തത്. അബൻ ശ്രദ്ധയില്ല, അബ്ബൻ പറയുമ്പോൾ ശ്രദ്ധയുണ്ട്. ശ്രദ്ധ പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു നാക്ക തലതിരിച്ചിട്ടാൽ അല്ലേ, ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ, ഓക്കെ, ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ ആരോ ഈ ചിത്രത്തിൽ കൊടുത്തത് കളർ കൊടുക്കാനുള്ളതല്ല, ശ്രദ്ധ എങ്ങനെയാണ് വരക്കുന്നത് എന്ന് മനസ്സിലാക്കാനാണ് ഈ ചിത്രം. ഇതുപോലെ വരച്ചാൽ ഇങ്ങനെ ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ശ്രദ്ധ കൊടുത്ത ചുവന്ന കളർ കൊടുത്തത് നമ്മൾ വായിക്കുന്നു. ഇവിടെ തെൻവിനാത്തിൻ്റെ രൂപവും ഇവിടെയും തെൻവിനാത്തിൻ്റെ രൂപമാണ്. ഒന്ന് നോക്ക്, ഇത് പിരിച്ചെഴുതിയത് ഇത് ചേർത്തെഴുതിയ ബായിൻ്റെ രൂപമാണ്. ഭൻ, ഭുൻ, ഭിൻ. ഭൻ, ഭുൻ, ഭിൻ. ഉണ്ടോ? റബ്ബൻ, റബ്ബുൻ, റബ്ബിൻ. ലുബ്ബൻ, ലുബ്ബുൻ, ലുബ്ബിൻ. റബ്ബൻ. ഇതിൻ്റെ കൂടെ നിങ്ങൾ വായിക്കുക. റബ്ബൻ, 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 റബ്ബൻ. റബ്ബുൻ, 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 റബ്ബുൻ. റബ്ബിൻ, 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 റബ്ബിൻ. ലുബ്ബൻ, 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 ലുബ്ബൻ. ലുബ്ബുൻ, 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 ലുബ്ബുൻ. ലുബ്ബിൻ, 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 ലുബ്ബിൻ. അബൻ, അബ്ബൻ, അബൻ, അബ്ബൻ. ശ്രദ്ധ, ശ്രദ്ധ. ഇതിൽ ചുവന്ന കളർ കൊടുത്തത് പ്രത്യേകം പഠിക്കണം. ശ്രദ്ധയുടെ എഴുത്തുരൂപം, ശ്രദ്ധ എന്തിനാണ് കൊടുത്തത് എന്നൊക്കെ പ്രത്യേകം പഠിക്കണം. ശ്രദ്ധയില്ലാത്ത വാക്ക് എങ്ങനെ ഉച്ചരിക്കാം, ശ്രദ്ധ വരുമ്പോൾ എങ്ങനെ ഉച്ചരിക്കാം ഒക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ ആവർത്തിച്ച് റിപ്പീറ്റ് അടിച്ച് വായിച്ച് പഠിക്കുക. ഇനി നഖറഉ നമുക്ക് വായിക്കാം.
പെട്ടി പുസ്തകത്തിൻ്റെ മുകളിൽ 4 വാക്ക് കൊടുത്തിട്ടുണ്ട്. അ ഭ അബ്ഭ അബ്ബ അബ്ബ അ ഭൻ അബ്ഭൻ 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 ബാബിൻ 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 ബി അബിൻ ബി അബിൻ ബി അബിൻ ബി അബിൻ. ഇനി നളഉ മുറബ്ബഅൻ അലാ ബ എന്നതിന് മുകളിൽ ചതുരം വരയ്ക്കാനാണ്. ബലദുൻ നബ്തൻ ഹബ്ബബ നദ്ബുൻ. ഇവിടെ കണ്ടോ നിങ്ങൾ, ശ്രദ്ധയുള്ളത് ശ്രദ്ധയില്ലാത്തത്. ഹബ്ബബ ആദ്യം ശ്രദ്ധയിൽ കട്ടി കൂട്ടി പറഞ്ഞു, പിന്നെ കട്ടി ഇല്ലാതെ പറഞ്ഞു. ഹബ്ബബ ഹബ്ബബ കണ്ടോ, അങ്ങനെ വരണം. ഹബ്ബബ. ഗുഡ്. നമുക്ക് ചതുരം വരച്ച് നോക്കാം. നോക്കൂ, ഇതുപോലെ ചതുരം കണ്ടോ, ബ ബ്. ഇവിടെ 2 ബായുണ്ട്, ഒന്ന് ശ്രദ്ധയുള്ളതും ശ്രദ്ധയില്ലാത്തതും. അപ്പോൾ ഒരുമിച്ച് ചതുരം വരച്ചാൽ മതി. ഇവിടെ ബുൻ. ഇതുപോലെ നിങ്ങൾ ചതുരം വരക്കണം നിങ്ങളുടെ പുസ്തകത്തിൽ. ഇനി നക്തുബു നമുക്ക് എഴുതാം. അബ്ബ ബാബുൻ ബി അബി അബ്ബ ബാബുൻ ബി അബി. അടിയിൽ നിന്ന് മുകളിലോട്ട് ഭംഗിയായി എഴുതണം. ഇതുപോലെ അടിയിൽ നിന്ന് മുകളിലോട്ട് എഴുതുക. വരക്ക് മുകളിൽ വരേണ്ടത് വരക്ക് മുകളിൽ, താഴെ വരേണ്ടത് താഴെ. കണ്ടോ, പുള്ളി താഴെ വരണം. ഇവിടെ താഴെ, പുള്ളി കസറൊക്കെ താഴെ, ഇവിടെ പുള്ളികൾ താഴെ, ബാക്കിയൊക്കെ മുകളിലാണ്. ഇതുപോലെ അടിയിൽ നിന്ന് മുകളിലോട്ട് ആകെ 3 വട്ടം എഴുതാനുള്ളൂ. കുറഞ്ഞ നേരം കൊണ്ട് പരിപാടി കഴിയും, അത് ശ്രദ്ധിക്കുക. ഇനി നക്തശിഫുൽ ബ അൽ മുഷദ്ദദ, ശ്രദ്ധയാക്കപ്പെട്ട ബാകളെ നമുക്ക് കണ്ടെത്താം. മിനൽ ഖുർആനി, ഖുർആനിൽ നിന്ന്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. തബ്ബത്ത്. അയ്യോ, ഇവിടെ ഒരു ബാ, ഇതിനൊരു ചെറിയ വട്ടം കൊടുക്കുക. ഈ ബാക്ക് മാത്രം കൊടുത്താൽ മതിയേ. യദാ അബീ ലഹബിൻ. ഇവിടെയും ബാ ഉണ്ട്, ഇവിടെയും ബാ ഉണ്ട്, പക്ഷേ അതിന് മുകളിൽ ശ്രദ്ധ ഇല്ലാത്തതുകൊണ്ട് വട്ടം വരക്കണ്ട. വതബ് ഇവിടെ ഉണ്ട്, അപ്പോൾ ഇതിനും ഒരു വട്ടം വരച്ചു കൊടുക്കുക. അപ്പോൾ 1 2. ഓക്കെ, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വളരെ ഭംഗിയായിട്ട് എല്ലാവരും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ശ്രദ്ധ പഠിച്ചു. ഇനി എവിടെ ശ്രദ്ധ കണ്ടാലും ആ അക്ഷരത്തെ കട്ടി കൂട്ടി ഉച്ചരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അങ്ങോട്ടുള്ള ഓരോ പാഠഭാഗങ്ങളിലും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് തായിലും സായിലും ജായിലും ഹായിലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ പാഠത്തിലും ശ്രദ്ധ വന്നാൽ കട്ടിയിൽ ഉച്ചരിക്കണം. ഇനി അത് മറക്കാൻ പാടില്ല. അത് ഏത് നട്ടപ്പാതിരാക്ക് ചോദിച്ചാലും കിട്ടണം. ശ്രദ്ധ അക്ഷരത്തെ കട്ടി കൂട്ടാനാണ്. അബൻ അബ്ബൻ, അതിന് ഉദാഹരണം അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അബൻ കട്ടിയില്ല, അബ്ബൻ ശ്രദ്ധ കൊടുത്തപ്പോൾ കട്ടിയുണ്ടായി. ഇങ്ങനെ ഓരോ വാക്കും ഇങ്ങനെ മനസ്സിലാക്കിയാൽ ശ്രദ്ധ പടിഞ്ഞു. അള്ളാഹു നമ്മളെ മക്കളൊക്കെ, പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ കുഞ്ഞു മക്കൾ എല്ലാവരെയും അള്ളാഹു നല്ല മക്കളാക്കട്ടെ, ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടുകാരിൽ, നാമുമായി ബന്ധപ്പെട്ടവരിൽ, നമ്മുടെ മദ്രസയിൽ പഠിക്കുന്നവരുടെ കുടുംബക്കാരിൽ, 1-ാം ക്ലാസ് പഠിക്കുന്നവരിലേക്ക് നമ്മുടെ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ലിങ്കുകൾ അയച്ചു കൊടുക്കുക. അവർ പഠിക്കട്ടെ, ഉയരട്ടെ, പറക്കട്ടെ, ഉഷാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.